അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നാം എല്ലാവരും ആദരവോട് കൂടി കാത്തിരുന്ന റമദാൻ മാസം ആഗതമായല്ലേ. നാളെ 1 ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സും ശരീരവും വീടും പരിസരവും എല്ലാം ശുദ്ധീകരിച്ച് റമദാനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ റമദാന് മാത്രമല്ലല്ലോ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതല്ലേ. നമ്മുടെ വീടും പരിസരവും മനസ്സും ശരീരമൊക്കെ എപ്പോഴും ശുദ്ധിയായിരിക്കും. മനസ്സും ശരീരവും വീടും പരിസരവും വൃത്തി എന്നുള്ളത് എന്താണ്? വൃത്തി എന്നുള്ളത് ഈമാൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും വൃത്തി വേണം. ആ വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈമാനുള്ളൂ. ഈമാൻ്റെ പകുതിയാണ് വൃത്തി. അപ്പോൾ എല്ലാവരും വൃത്തി ആയി സൂക്ഷിക്കുക. അടുക്കള പ്രത്യേകിച്ച് കേട്ടോ. അടുക്കള നമ്മൾ എപ്പോഴും പ്രത്യേകിച്ചും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എല്ലാവരും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. വളരെ വൃത്തികേടായിരിക്കും. സാധനങ്ങൾ അവിടെ കൂട്ടി ഇവിടെ കുറേ കൂട്ടിയിട്ട് സിങ്കിനകത്ത് കുറേ പാത്രങ്ങൾ. പക്ഷേ അതെല്ലാം ശരിയല്ല കേട്ടോ. നമ്മൾ ഇബാദത്ത് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ വൃത്തിയും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ പാത്രങ്ങളൊക്കെ ഒരുപാട് കിടക്കുകയാണെങ്കിൽ സിങ്കൊക്കെ വൃത്തിയായിട്ട് കഴുകി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് കിടന്നുറങ്ങാനായിട്ട്. അതിൻ്റെ കൂടെ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ഇത്ര വലിയ സമയമൊന്നുമില്ല. നമ്മൾ പകൽ മുഴുവൻ ഇബാദത്ത് എടുക്കുന്നു. രാത്രി കാലങ്ങളിലാണ് നമുക്ക് വിശപ്പിനാവശ്യമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഈ റമദാൻ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ചൂടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഒത്തിരി നാരങ്ങ വെള്ളം അങ്ങ് വലിച്ച് കയറ്റും. പക്ഷേ ആ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ അസിഡിറ്റി ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അസിഡിറ്റി ഉള്ളവർ നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. വെറും വയറ്റിലേക്ക് നാരങ്ങ കുടിക്കും. അതല്ലാതെ അസിഡിറ്റി ഇല്ലാത്തവരാണെങ്കിലും നാരങ്ങ വെള്ളം കുറച്ച് കുടിക്കുക കേട്ടോ. ആ നാരങ്ങ വെള്ളം അങ്ങനെ കുടിക്കൽ നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും വയറിനൊക്കെ നല്ലൊരു കുളിർമയും സമാധാനമൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഈ വെള്ളം നമ്മളെ എത്തിക്കും കേട്ടോ. അതായത് ഈ ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളിയാണ്. ഇത് റമദാനിക്കൊക്കെ നമുക്ക് ഏറ്റവും പറ്റിയ വെറും വയറ്റിലൊക്കെ കുടിക്കാൻ പറ്റിയ സാധനമാണ്. നമുക്കപ്പോൾ കഴിയുമ്പോൾ ഈ വൊമിറ്റിങ് അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾക്ക് നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിന്ന് ഒഴിവാകാം കേട്ടോ. ഈ ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ അതിന് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് പുതിനയിലയുടെ 2 ഏലയ്ക്ക, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം എരിവിനാവശ്യം കുഞ്ഞ് കഷ്ണം പച്ചമുളക്, പിന്നെ കുറച്ചൊരു ഉപ്പ് കേട്ടോ, ഒരു പൊടിക്ക് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്കിത് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മനസ്സും ശരീരവും എല്ലാം. അതിനകത്തോട്ട് 2 നാരങ്ങയുടെ നീര് കൂടി ചേർക്കണം കേട്ടോ. അത് നമുക്കൊരു 3-4 ഗ്ലാസ് വെള്ളത്തിനാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനെ 4 ഗ്ലാസ്സിന് 2 നാരങ്ങയുടെ നീരും ഇത്രയും സാധനങ്ങളും എടുത്ത് നിങ്ങൾ ഈ വാട്ടർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ. നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് ദാഹം മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമയും ഉന്മേഷവും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ അസിഡിറ്റിയിൽ നിന്ന് ഒഴിവാകാം. അസിഡിറ്റി ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും കുടിക്കുന്നത് വളരെ ഏറെ ദോഷം കേട്ടോ. ഈ നാരങ്ങ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ ഈ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്തിട്ട് തയ്യാറാക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആവുകയും ചെയ്യും, മനസ്സിനൊരു കുളിർമയും കിട്ടും, ദാഹവും മാറും. പിന്നെ അതുപോലെ വൊമിറ്റിങ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ഇതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിൽ നിങ്ങളതൊന്ന് ഷെയറും ചെയ്തേക്ക് കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്ക്. നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോകളൊക്കെ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതെല്ലാവരും പരസ്പരം ഷെയർ ചെയ്യണം കേട്ടോ. അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ വീണ്ടും ഞാൻ പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.